ഹലോ, വെൽക്കം ബാക്ക് ടു ബദലഹം കിച്ചൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു കപ്പ് കേക്കാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് നമ്മുടെ സാധാരണ പേപ്പർ ഗ്ലാസ്സിൽ വെച്ചിട്ടാണ് കപ്പ് കേക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് 2 മുട്ടയുടെ ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് 2 മുട്ടയുടെ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ട് വെള്ളം സെപ്പറേറ്റ് ചെയ്യാം, മഞ്ഞയും സെപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ വെള്ളം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് എടുക്കാം. നമുക്ക് ഈ സമയമാകുമ്പം പഞ്ചസാര 3/4 കപ്പാണ് എടുത്തിരിക്കുന്നത്. അതും കൂടെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുക്കണേ. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ മുട്ടയുടെ വെള്ളയുടെ കൺസിസ്റ്റൻസി ഇതാണ്. നന്നായിട്ട് തന്നെ ബീറ്റായി വന്നിട്ടുണ്ട്. നമ്മുടെ വിപ്പിംഗ് ക്രീം അടിക്കുന്ന പോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ടയുടെ മഞ്ഞ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് നല്ല ആ കളർക്ക് ഒന്ന് മാറുന്നതിനും വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് 2 ടേബിൾ സ്പൂൺ ഓയിലാണ് ചേർത്തിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഓവർ ബീറ്റ് ആയി പോവല്ലേ. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് 1/2 കപ്പ് മൈദയും പിന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/8 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 പിഞ്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇതാണ് നമ്മുടെ മുട്ടയുടെ മിക്സ്. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ആ മൈദയുടെ മിക്സും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഇത് നമുക്കൊരു കട്ട പിടിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. എന്നിട്ട് നമ്മൾ കട്ട പിടിക്കുന്ന ആ സമയം ആകുമ്പോഴത്തേന് നമുക്ക് ഈ എഗ് വൈറ്റ് ഇട്ടില്ലോ അതിൻ്റെ അകത്തേക്ക് നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ പാല് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഞാനിത് 4ആയിട്ട് ഡിവൈഡ് ചെയ്തു. എന്നിട്ട് ഞാനൊരു മാംഗോയുടെ മിക്സും ഒരു ബാറ്ററിൽ പിന്നെ ഗ്രീനും ചേർത്തു. മിക്സ് ചെയ്ത് കൊടുത്തു. നല്ല ഗ്രീൻ കളറാണ്. എന്നുവെച്ചാൽ ഡാർക്ക് ഗ്രീനും അല്ല, ഒരു എല്ലയുടെ കളറാണ്, ഗ്രീനാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ അകത്ത് ബ്രൗൺ ജെൽ ഫുഡ് കളറാണ് ഞാൻ എല്ലാം ചേർത്തിരിക്കുന്നത്. അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അത് മിക്സ് ചെയ്തു. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 ടേബിൾ സ്പൂണാണ് കൊക്കോ പൗഡർ എടുത്തിരിക്കുന്നത്. അത്രയും മതി നമുക്ക് ആ ഒരു ബാറ്ററിന്. ഞാനിത് 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരുന്നു കേക്കിൻ്റെ തട്ട്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ 25 മിനിറ്റ്സ് ഒന്ന് ബേക്ക് ചെയ്ത് എടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക്സ് എല്ലാം ഇവിടെ റെഡിയായിട്ട് കൂളായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്ക്വയർ വെച്ചിട്ടൊന്ന് കുത്തി നോക്കുക. എല്ലാം ക്ലീൻ ആണെങ്കിൽ കേക്ക് റെഡിയാണ്. നമ്മുടെ കപ്സൊക്കെ ഇളകിയിട്ടുണ്ട്. കുഴപ്പമില്ല, നമുക്ക് ന്യൂ കപ്സിലോട്ട് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇവിടെ തൊടുന്നുണ്ട്. അപ്പം നല്ല സോഫ്റ്റായിട്ട് നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണാൻ പറ്റുമല്ലോ. അത് നല്ല സോഫ്റ്റായിട്ടുണ്ട്. ആ വൈറ്റ് അങ്ങനെ ബീറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ഇത്ര നല്ല സ്പോഞ്ചായിട്ട് കിട്ടിയിരിക്കുന്നത്. അല്ലാതെ നമുക്ക് മറ്റു സാധാരണ കേക്ക് ചെയ്യുന്ന പോലെ നമ്മൾ മഞ്ഞയും വെള്ളയും ഒരുമിച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്താലും ഇതേപോലെ സെയിം കേക്ക് തന്നെ കിട്ടും. ഇനി നമുക്ക് ഇതെല്ലാം റിമൂവ് ചെയ്യാം. ഇനി നമുക്ക് പുതിയ കപ്സിലേക്ക് നമ്മൾ ഈ കപ്പ് കേക്ക്സ് മാറ്റാൻ പോവാണ്. ഞാനിങ്ങനെയാണ് നമ്മുടെ കേക്ക് ചെയ്തിരിക്കുന്നത്. 2 ഷെയ്ഡിലായിട്ട് ചെയ്ത്
ഇതിനകത്ത് ഞാൻ ഗ്രീനും കൊക്കോ പൗഡറും ഉള്ളതാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നതിനുവരേക്കും ബൈ. താങ്ക് യു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് അറിയിക്കുക. പിന്നെ ഈ കപ്പ് കേക്ക് നിങ്ങൾ വീട്ടിലുണ്ടാക്കി നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നേക്കും. താങ്ക് യു.